ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ട ലോക 1-ാം നമ്പർ ടെന്നീസ് താരം യാനിക് സിന്നർക്ക് 3 മാസത്തേക്ക് വിലക്ക്. കഴിഞ്ഞ വർഷത്തെ പരിശോധനയിൽ 2 തവണ സിന്നർ പോസിറ്റീവായിരുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. ഗുഡ് ഈവനിംഗ് അനിൽ. ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്നത് വലിയ തെറ്റാണ്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് താരങ്ങൾക്ക് ബോധ്യമുള്ളതുമാണ്. പക്ഷേ വീണ്ടും തെറ്റാവർത്തിക്കുകയാണ്. ഇപ്പോൾ സിന്നറുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പലതവണ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുമുണ്ട്. ഇനി എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ? അതിൻ്റെ വിലക്കിൻ്റെ വിശദാംശങ്ങൾ പറയൂ അനിൽ. ഒരു തരത്തിലൊരു സെറ്റിൽമെന്റ് എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര ഉത്തേജക മരുന്ന് ഏജൻസിയും ടെന്നീസ് താരമായ യാനിക് സിന്നറും തമ്മിൽ ഒരു സെറ്റിൽമെന്റിൽ എത്തി എന്നുള്ളതാണ് അവരുടെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് 2 തവണ ഈ പരിശോധനയിൽ സിന്നർ പോസിറ്റീവായി കണ്ടെത്തിയത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം പറയുന്നത് ഒരു തരത്തിലും താൻ അറിഞ്ഞുകൊണ്ടല്ല ഈ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചത്. അതായത് ക്ലോസ്ട്രോബോൾ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് അതാണ് ഇതിലുണ്ടായിരുന്നത്. വേറൊരു തരത്തിൽ മരുന്ന് ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ കണ്ടന്റ് ആയിരുന്നു. അങ്ങനെ അറിവോടുകൂടിയല്ല, ഏതെങ്കിലും തരത്തിൽ കബളിപ്പിക്കണമെന്നുള്ള തരത്തിലുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല താൻ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് സിന്നർ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിലക്കിൽ ഒരു വലിയ കോൺട്രവേഴ്സിയൊക്കെ ആയിരുന്നു ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിൽ എത്തുകയായിരുന്നു. ഇപ്പോൾ 3 മാസത്തേക്കാണ് വിലക്ക്. ഒരു തരത്തിൽ ഇത് സിന്നർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു വിലക്ക് എന്നുള്ളതാണ്. കാരണം അടുത്തിടെയാണ് അദ്ദേഹം ഓസ്ട്രേലിയൻ ഓപ്പൺ ജയിച്ചത്. ഇനി അടുത്ത ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റിലെ ഫ്രഞ്ച് ഓപ്പൺ തുടങ്ങുന്നത് മെയ് 19-നാണ്. അതായത് മെയ് 4 വരെ മാത്രമാണ് ഈ വിലക്കുള്ളത്. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ വലിയ ടൂർണമെൻറ്റുകളൊന്നും തന്നെ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള കാര്യം. ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം അംഗീകരിച്ചതോടെ തന്നെ നേരത്തെ തന്നെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ട ഒരാളെ കഴിഞ്ഞ ഓസ്ട്രേലിയൻ ഓപ്പൺ അടക്കമുള്ള ടൂർണമെൻറ്റുകളിൽ പങ്കെടുപ്പിച്ചതിനെതിരെ മറ്റ് താരങ്ങളൊക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് സിമോണ ഹാലപ്പ് അടക്കമുള്ള താരങ്ങൾ പറയുന്നത് തങ്ങളുടെ കാര്യത്തിൽ മറ്റൊരു നീതി, സിന്നർക്ക് മറ്റൊരു നീതി എന്ന തരത്തിലാണ് അന്ന് അന്താരാഷ്ട്ര ഉത്തേജക മരുന്ന് ഏജൻസിയൊക്കെ തന്നെ വിമർശിച്ചത്. എന്തായാലും സിന്നർക്ക് അന്ന് ഒരു ഇളവ് നൽകി. അങ്ങനെ അദ്ദേഹം മത്സരിക്കും. ആ ഒരു പീരീഡിൽ 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഡേവിസ് കപ്പ് അടക്കം നേടി സിന്നർ അന്ന് വലിയ രീതിയിൽ ഇക്കാര്യങ്ങളൊക്കെ അന്ന് തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റോടുകൂടി സിന്നർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശ്രീനദി ചോദിച്ച പോലെ തന്നെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെടുന്ന ആളുകൾക്ക് കർശന വിലക്ക് നൽകേണ്ടതാണ്. പക്ഷേ സിന്നറുടെ കാര്യത്തിൽ ചെറിയ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുള്ളൂ എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതെ, അപ്പോൾ അതൊരു സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലാണ്. താങ്ക് യു അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.